പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഒറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 49ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ഈശോയുടെ തിരുവുദ്ധാനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹാശംസകളും നേരുന്നു. ഈശോയുടെ തിരുവുദ്ധാനത്തിൻ്റെ ആ വലിയ കൃപകൾ ഈ ശുശ്രൂഷയിൽ വിവിധങ്ങളായ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ ദൈവമക്കൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യവചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് UK സ്ഥിരതാമസമാക്കിയ ഒരു കുടുംബത്തിൻ്റെ സാന്ദ്ര എന്ന മകളുടെ കുടുംബത്തിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ പേര് സാൻഡ്ര സബീൻ, എൻ്റെ ഹസ്ബൻഡ് സബീൻ, ഇത് മക്കൾ ഫിയോണ, ആൻമേരി ആൻഡ് ഇമ്മാനുവൽ. ഞങ്ങൾ UK നിന്നാണ് വരുന്നത്. ഇവിടെ നാട്ടിൽ കോഴിക്കോട് താമരശ്ശേരി രൂപതയാണ്. ഈ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം കുരിശുകളുമായി ബന്ധപ്പെട്ട വലിയൊരു സാക്ഷ്യമാണ്. ഏതൊരു നഴ്സുമാരുടെയും സഹന സാഹചര്യങ്ങൾ പോലെ ഈ മകൾക്കും ഒരുപാട് ഇങ്ങനെ വീട് വിട്ടിറങ്ങി പുറത്ത് ഇങ്ങനെ ഫാമിലി സെറ്റാകുമ്പോൾ ഒരുപാട് സഹന സാഹചര്യങ്ങൾ ഈ മകൾക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അത് പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് അതിജീവിച്ച ഒരു വലിയ സാക്ഷ്യം കൂടിയിട്ടാണ്. ആദ്യമായിട്ട് ഈ മകള് പറയുന്നുണ്ട് 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അന്നു മുതൽ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ കുഞ്ഞ് ഉടമ്പടിയുടെ ഒരു കുഞ്ഞെന്ന് പറയാം, ഇമ്മാനുവൽ. കാരണം ഉടമ്പടി വഴി പ്രാർത്ഥിച്ച് നല്ല കൃപയോടുകൂടി പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണെന്ന് ഈ അമ്മ സാന്ദ്ര എന്ന മകള് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. ഈ മകളുടെ സഹന സാഹചര്യങ്ങളെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ടുള്ളത് OET പാസ്സാകുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കടമ. ഈ മകൾ പറയുന്നുണ്ട്, എൻ്റെ ഒരു കഴിവ് വെച്ച് ഇത് പാസ്സാക്കി എടുക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ കാര്യമാണ്. പക്ഷേ പരിശുദ്ധ അമ്മ ഈ മകള് സാക്ഷ്യത്തിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, സമയച്ചുരുക്കത്തിൻ്റെ ദൈവമാതാവ് മരിയൻ ഉടമ്പടി എടുത്തു വഴി പുതിയൊരു രാജ്യ നിയമം കൊണ്ടുവന്ന് എൻ്റെ ഈ OET കടമ്പയിൽ നിന്ന് എന്നെ ഒഴിവാക്കി തന്നു. മകൾ പറഞ്ഞത് പ്രകാരമാണ്, നമ്മുടെ എംപ്ലോയർ നമ്മളെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് NMC പിൻ നമ്പർ കിട്ടുമെന്നും പറഞ്ഞു. അപ്പോൾ അമ്മ അത് വേറെ രീതിയിൽ ഇടപെടുകയാണ് ചെയ്തത്. അപ്പം ടൈം ഷോർട്ടനിങ് തന്നെയാണ് നടന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണ് ടൈം ഷോർട്ടനിങ്. ഇപ്രകാരം അങ്ങനെ ആ ഒരു ആദ്യത്തെ കടമ്പ ഈ മകള് കടക്കുന്നു. അങ്ങനെ വലിയൊരു സഹനക്കടലിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് സമയച്ചുരുക്കത്തിൽ ഈ മകള് നീന്തിക്കയറുന്നു. തുടർന്ന് എൻ്റെ ഒരു NHS ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിന് പോണ കാര്യം പറയുന്നുണ്ട് ഈ മകള്. അപ്പം പോകുന്ന വഴിക്ക് ഞാനൊരു ലേഡീനെ കാണുകയാണ്. അവർ നീല ഗൗൺ ഇട്ടിട്ട് പച്ച ബാഗ്, അതായത് നമ്മുടെ ഉടമ്പടി തിരിയുടെ കളറുകൾ നീലയും പച്ചയും, അത് എക്സാക്ട്ലി ഞാനത് നോക്കിക്കൊണ്ട് വണ്ടി പോകുന്നതനുസരിച്ച് ഞാനത് വാച്ച് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ സൈൻ തരുന്നതാണ് എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവിടെ ചെന്നിട്ടും ഈ ഇൻ്റർവ്യൂ പാനലിലിരിക്കുന്ന വ്യക്തികൾ, ഒരു ഇംഗ്ലീഷ് ലേഡിയും ഒരു മലയാളം ലേഡിയും ഉണ്ട്. അപ്പോൾ ഇവർ പരസ്പരം റെക്കമെൻഡ് ചെയ്ത്, ആ റെക്കമെൻഡ് ഒരു വ്യക്തി മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അംഗീകരിപ്പിച്ചിട്ട് ഈ മകൾക്ക് ജോലിയും കൊടുക്കുന്നു. പുറത്തിറങ്ങുമ്പോൾ ഇവർ പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ കണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ തോന്നിയത്. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, അതൊന്നുമല്ല, ഉടമ്പടി എടുക്കുമ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തന്നെയാണ് ഈ മകൾക്ക് അനുവേദ്യമാകാൻ സാധിച്ചതെന്ന് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. വീണ്ടും നമ്മൾ സാക്ഷ്യത്തിൽ കാണുന്നുണ്ട്, ഈ മകൾക്ക് ഒരു പാനിക് അറ്റാക്ക് പോലെ വരുന്നു. അതിന് പ്രത്യേകിച്ച് ഉറക്കമില്ലാത്തൊരവസ്ഥയിൽ ഒരു മെഡിസിനും GP ജനറൽ പ്രാക്ടീഷൻ കൊടുക്കുന്നില്ല. കാരണം ഈ മകളൊരു ഫീഡിങ് മദർ ആയതുകൊണ്ട് അവിടെയും ഇതേപോലെ പരിശുദ്ധ ദൈവമാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഹസ്ബൻഡ് ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. ഒപ്പം തന്നെ അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന 7 തവണ മുട്ടുകുത്തി ആശീർവാദം സ്വീകരിച്ചപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് വിടുതൽ കിട്ടിയെന്ന് പറഞ്ഞു. വീണ്ടും ഈ മകളുടെ ജീവിതത്തിലെ പല സഹന സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാമത്തത് ഒരു റെസ്പിറേറ്ററി വാർഡിലാണ് ഡ്യൂട്ടി NHS ഹോസ്പിറ്റലിൽ കിട്ടുന്നത്. ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ആ സമയത്ത് ഇതേപോലെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ നാട്ടിൽ വരുമ്പോൾ വന്ന് കാണുന്നുണ്ട്. അച്ഛൻ ഡോക്യുമെൻ്റെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനും പരിശുദ്ധ അമ്മയും സ്വപ്നത്തിൽ വന്ന് ഈ മകളോട്
റീഅഷുറൻസ്, സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ജോസഫ് അച്ഛൻ പറയുന്നുണ്ട് 35ാമത്തെ ദിവസത്തിൽ നിൻ്റെ വിഷയത്തിന് തീരുമാനം ഉണ്ടാകും. ഈ മകൾ പറയുന്നുണ്ട്, അത് ഞാൻ എണ്ണി നോക്കി October 10 ഡേറ്റ് വരുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഒരു October 3 ആയപ്പോഴത്തേക്കും തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലുണ്ടായി. ഈ മകൾക്കൊരു എൻഡോസ്കോപ്പി വാർഡിലോട്ട് മാറ്റം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഹസ്ബൻഡ് കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ഹസ്ബൻഡ് ഒരു വയറുവേദന വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സഹന സാഹചര്യങ്ങൾ, പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലെല്ലാം വരുന്ന സഹന സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഈ കുടുംബം അവർ സെറ്റിലായി ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു. ഈ സാക്ഷ്യത്തിൻ്റെ ഇടയ്ക്ക് ഈ സാന്ദ്ര എന്ന മകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് എന്നെ ഈ ഒരു സാക്ഷ്യം എടുക്കാൻ പ്രേരിപ്പിച്ചത്. അതായത് സഹനക്കടലിൽ നമ്മളിങ്ങനെ നീന്തി നടക്കേണ്ട വരും. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയുണ്ടെങ്കിൽ നമ്മളത് മുക്കിക്കളയത്തില്ല. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വചനമാണ് ഏശയ്യ 43:2. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു വചനമാണ്. അതായത് നീ സമുദ്രങ്ങൾ, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അതായത് അഗ്നിയിലൂടെ നടന്നാലും ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. അത് അഭിഷേകത്തിൻ്റെ ഒരു തലമാണ്. ഈ മകളുടെ ജീവിത അനുഭവങ്ങളിലൂടെയാണ് ഈ മകൾക്ക് ഈ ഒരു അനുഭവം നേടിയെടുക്കാൻ സാധിച്ചത്. അതായത് മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ സഹനങ്ങളില്ല എന്നുള്ളതല്ല. മരിയൻ ഉടമ്പടി ഉടനടി അനുഭവം എന്ന് പറയുമ്പോഴും ജീവിതത്തിൽ നമ്മളെയൊക്കെ കൂടുതൽ ശക്തീകരിക്കാനും ദൈവ കൃപയിൽ വളർത്താനും ഒക്കെ ഒരുപാട് സഹന സാഹചര്യങ്ങൾ ദൈവം ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ജ്ഞാനസ്നാനമായി ഏറ്റെടുത്തുകൊണ്ട് ദൈവകൃപ ആർജിക്കാനുള്ള വലിയൊരു വിളിയാണെന്ന് തിരിച്ചറിയണം എന്നുകൂടിയിട്ടാണ് ഈ മകൾ സാക്ഷ്യത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം അതാണ്. ആ മകൾക്ക് ആ ബോധ്യം കിട്ടി. കാരണം നമുക്കറിയാം, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കഷ്ടത സഹനശീലവും. ഈ ഇങ്ങനെ സഹനശീലം ഇങ്ങനെ വരുമ്പോഴാണ് ബാക്കി പുണ്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. ആത്മധൈര്യവും പ്രത്യാശയൊക്കെ പിന്നാലെ വരുന്നത്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഈ മകൾക്ക് ഉടമ്പടി വഴിയായിട്ട് ഉയർത്തപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ പുനരുത്ഥാനത്തിൻ്റെ മഹോത്സവം കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ ഈ കുരിശിനെ പറ്റി ധ്യാനിക്കുമ്പോൾ ഒരുപാട് വചനങ്ങൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വചനം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 8-ാം തിരുവചനമാണ്. അതായത് നമ്മൾ പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം അവിടെ നിന്ന് പ്രകടമാക്കി. അതെ, കുരിശുകൾ എപ്പോഴും ദൈവസ്നേഹത്തെ സ്വന്തമാക്കാനുള്ള ഒരു ആന്തരിക ദൈവവിളിയാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകും. മരിയൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ നിനച്ചറിയാത്ത കുറേ സഹന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതെല്ലാം ഒരു ജ്ഞാനസ്നാനമാണ് എന്നുള്ളൊരു അവബോധത്തിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. അതാണ് റോമ 5:8. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അതായത് ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടിയൊക്കെ മരിക്കാൻ ആരെങ്കിലും തുനിഞ്ഞേക്കാം, നീതിമാന് വേണ്ടി മരിക്കാനൊക്കെ. പക്ഷേ നമ്മൾ പാപികളായിരിക്കെയാണ് ഈശോ ആ രക്ഷാകര ദൗത്യം ഏറ്റെടുത്തത്, നമുക്ക് വേണ്ടി ബലിയായി തീർന്നത്. അപ്പോൾ മരിയൻ ഉടമ്പടിയിൽ നിലനിൽക്കുമ്പോൾ ആദ്യം നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവം ഇതാണ്. അതായത് പാപങ്ങൾ ഏറ്റെടുക്കാനുള്ള, മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി വെല്ലുവിളിയായി ഓരോ സഹന സാഹചര്യങ്ങളെയും ദൗത്യങ്ങളെയും ഏറ്റെടുക്കുക എന്നുള്ള ഒരു വലിയൊരു ആത്മീയ ബോധ്യം ഉൾക്കൊള്ളേണ്ട ഒരു സമയം കൂടിയിട്ടാണ് ഈ ഉയർപ്പ് ഞായർ. അതുമല്ലെങ്കിൽ ഈ ഒരു നോമ്പുകാലത്തിൻ്റെ അവസാനം നമ്മൾ എത്തുന്ന ഈ ഒരു ഉയർപ്പിൽ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം. രണ്ടാമതായിട്ട് ഈ ഉയർപ്പ് ഞായറാഴ്ച നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 13-ാം അധ്യായം 8-ാം തിരുവചനമാണ്. അതായത് എപ്പോഴും ഒരു ഉയർപ്പ്, അതുമല്ലെങ്കിൽ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഈശോയുടെ പീഡാനുഭവത്തോട് ഇഴുകിച്ചേരുമ്പോഴാണ്. ഈശോ പത്രോസിൻ്റെ കാല് കഴുകാൻ വരുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, എൻ്റെ കാല് കഴുകണ്ട. അപ്പോൾ ഈശോ അതിന് മറുപടി പറയുന്നത് ഇപ്രകാരമാണ്, നിൻ്റെ പാദം ഞാൻ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്ക് ഉണ്ടായിരിക്കുകയില്ല.
അപ്പോൾ ഈശോയുടെ ഒരു സ്നേഹത്തിൻ്റെ ചുംബനമാണ് ഓരോ സഹനമെന്ന് തിരിച്ചറിയാനുള്ള ഒരു കാലഘട്ടം കൂടിയിട്ടാണ് ഈ ഒരു ഉദ്ധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതായത് അവിടുന്ന് നിന്നെ കഴുകുന്നില്ലെങ്കിൽ, സഹനമാകുന്ന സ്നാനത്തിലൂടെ കഴുകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടത്തോടു കൂടി നമുക്ക് പങ്കുണ്ടായിരിക്കുകയില്ല. ആ ഒരു വചനബോധ്യത്തിലേക്ക് ഈ സാന്ദ്ര എന്ന മകൾക്ക് ഉയരാൻ സാധിച്ചു. വീണ്ടും തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരുപാട് സഹനങ്ങൾ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ ഇങ്ങനെ ഉയരുന്നത്? അതിങ്ങനെ ചില വിഷയങ്ങളൊക്കെ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ടും ചിലതൊക്കെ മാറ്റപ്പെടാതെ തന്നെ നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഉത്തരവും സുവിശേഷം അതുമല്ലെങ്കിൽ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് റോമ 8:17. അതെ, അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ നാം അവനോടുകൂടെ പീഡ അനുഭവിക്കുന്നു. ഈശോയുടെ കൂടെ ഉള്ള ഒരു മഹത്വത്തിൻ്റെ വാഴ്ചയിലേക്കാണ് നിന്റെ വളർച്ചയെങ്കിൽ തീർച്ചയായിട്ടും സഹനങ്ങൾ നിന്റെ സഹയാത്രികയായിരിക്കും. അതുമല്ലെങ്കിൽ സഹനങ്ങൾ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആ ഒരു വലിയ വിളി കൂടിയിട്ടാണ് ഈ ഉയർപ്പിൻ്റെ സന്ദേശം നമ്മളെ ആ ഒരു ചിന്ത കൂടി നമുക്ക് മുമ്പിൽ തുറന്നിടുന്നുണ്ട്. വീണ്ടും തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 18-ാം തിരുവചനം, ഓരോ കുരിശും അവൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഒക്കെ അളക്കാൻ, അതായത് വിശുദ്ധരോട് കൂടെ അതിനൊക്കെ രുചിച്ചറിയാനുള്ള വലിയൊരു വിളി കൂടിയിട്ടാണ്. വീണ്ടും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ക്രിസ്ത്യാനി, അതുമല്ലെങ്കിൽ അക്രൈസ്തവ സഹോദരങ്ങളാണെന്നുണ്ടെങ്കിൽ തങ്ങളുടേതായ ജീവിത സഹന സാഹചര്യങ്ങളുടെ സ്നാനം സ്വീകരിക്കേണ്ടത് എന്തിനാണ് എന്നുള്ളതിൻ്റെ ഉത്തരം പറഞ്ഞിരുന്ന വലിയൊരു തിരുവചനമാണ് റോമ 6:3. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അതെ, അവൻ്റെ പീഡാസഹനത്തോട് ഐക്യപ്പെടാൻ കൂടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലും സഹന സാഹചര്യങ്ങളെ ഏറ്റെടുക്കേണ്ടത്. അതുമല്ലെങ്കിൽ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ഒന്നായിപ്പെട്ടിരിക്കുന്നത് ഈ കുരിശോടുകൂടി ഐക്യപ്പെടാനാണ് എന്നാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇങ്ങനെ സഹനങ്ങളെക്കുറിച്ചൊക്കെ സിസ്റ്റർ കുറേ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ സഹന സമയത്ത് എങ്ങനെ അത് അതിജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാവും. അതിനും സുവിശേഷം നമുക്ക് ഉത്തരം പറഞ്ഞു തരുന്നുണ്ട്. അത് ഗെത്സമേനിയിലെ ഈശോയുടെ ആ നടപടിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ മരണവേദനയിൽ ഈ ലോകത്ത് ജനിക്കാൻ പോകുന്ന ഓരോ വ്യക്തികളുടെയും പാപഭാരം ഉൾപ്പെടെ ചുമലിൽ താങ്ങിയ ഈശോയുടെ അതികഠോരമായ ആ മനോവേദനയിൽ രക്തം വിയർത്ത് അവിടുന്ന് ഗെത്സമേനിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ തീവ്രവേദനയിൽ മുഴുകുന്ന സമയത്ത് നമ്മളും കൈവരിക്കേണ്ട ഒരു വിശ്വാസ നിലപാടിനെ കുറിച്ച് വചനം പറഞ്ഞു തരുന്ന ഇപ്രകാരമാണ്, അവൻ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അതെ, തീവ്രവേദനകൾ വരുമ്പോൾ, സഹനങ്ങൾ ഒന്നൊഴിയാതെ നമ്മളെ വേട്ടയാടുമ്പോൾ സുവിശേഷം പറഞ്ഞു തരുന്ന ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഹിതം നിറവേറ്റാൻ വേണ്ടിയിട്ട് കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കണം എന്നാണ്. ഞാൻ പല എപ്പിസോഡുകളിലും ഈ ഒരു ലിവിങ് ഓറക്കിൾ ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലൊക്കെ വലിയ സഹന സാഹചര്യം, എൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്ന ചില സഹന സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
അതായത് ഞാൻ ഇന്നലെ ദുഃഖ വെള്ളിയാഴ്ച ഞാനൊരു കാര്യം അത് ഓർത്തെടുക്കുകയാണ്. ഞാൻ കുഞ്ഞുങ്ങളെ നേഴ്സിംഗ് പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കെതിരെ ഒരു കോക്കസ് ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യപ്പെട്ടു. കോക്കസ് ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യപ്പെടാൻ കാരണം വേറൊന്നുമല്ല, നമ്മൾ വചനബന്ധിയായി മാത്രം നിലപാടുകൾ എടുക്കേണ്ടി വരുമ്പോൾ നമ്മളൊരു ഗ്രൂപ്പിൻ്റെയും ഭാഗമല്ലാതായി മാറും. അവരുടെ ഗ്രൂപ്പിൽ ചേരാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മളെ ഒറ്റപ്പെടുത്തും. ഇങ്ങനെ ഒറ്റപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ എനിക്കെതിരെ കുറേ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ആ സമയത്ത് എനിക്ക് ഒരു തരത്തിലും അധികാരികളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. ആ സമയത്ത് എനിക്ക് വല്ലാത്തൊരു ഹൃദയവേദന അനുഭവപ്പെട്ടു. അതായത് ഹൃദയം പൊടിയുന്നൊരു വേദന. ആ സമയത്ത് ഈശോ ഇങ്ങനെ സംസാരിച്ചു ഓൺ ദ ടൈമിൽ. ഞാൻ പ്രാർത്ഥന ഒരിക്കലും കുറയ്ക്കാറില്ല ഇങ്ങനെയുള്ള സമയങ്ങളിൽ. ഈശോ പറഞ്ഞു, എനിക്കറിയത്തില്ലായിരുന്നു, പല വിശുദ്ധന്മാർക്കും വിശുദ്ധകൾക്കും ഒക്കെ ഈശോയുടെ പീഡാസഹനത്തെപ്പറ്റി ഇത്ര മുറിവുകൾ, ഇത്ര അടികളെന്നൊക്കെ പല സന്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നെഞ്ചിൽ ചവിട്ട് കിട്ടിയെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, മോളെ, ഈ ഒരു സഹനത്തിന് നീ ഇത്രയും നാൾ അനുഭവിച്ച മാനസിക പീഡനങ്ങളെക്കാൾ ഇത്തിരി ഗ്രാവിറ്റി കൂടുതലാണ്. അത് നിന്നെ ദൈവം സ്വന്തമാക്കിയിരിക്കുന്ന ഒരു അടയാളമാണ്. ഈശോയുടെ നെഞ്ചിലേറ്റ സഹനത്തിൻ്റെ ആ ലെവലിൽ വരുന്നൊരു സഹനമാണ്, നീ അത് സ്വീകരിക്കാൻ പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ സന്തോഷത്തോട് കൂടിയിട്ട് ആ കുരിശിനെ എടുത്ത് നെഞ്ചിൽ വീണ്ടും പുലുകി. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതുപോലെ കുരിശിനെ പ്രണയിക്കാനുള്ള ഒരു വലിയ വിളിയാണത്. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, സ്നാനം ഏറ്റെടുത്തിരിക്കുന്ന ഓരോ മക്കൾക്കും അത് പുനരുദ്ധാനത്തിൽ പങ്കാളികളാകാനുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ ക്ഷണനമാണ്. റോമാ 8:17 അനുസരിച്ച് അവനോടുകൂടി മഹത്വപ്പെടാനുള്ള ഓരോ ക്ഷണനമാണ് ഓരോ ജീവിത സഹന സാഹചര്യവും. ഇപ്രകാരം സഹന സാഹചര്യങ്ങൾ തീവ്രവേദനയോടെ പിതാവിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എല്ലാം വിട്ടുകൊടുത്ത് ദൈവഹിതം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ലൂക്കാ 22:43. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ ഇറങ്ങി വന്നു. ആ ഒരു അനുഭവം ഈ സാന്ദ്ര എന്ന മകളുടെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട്. ആ മകൾ പറയുന്നുണ്ട്, അതായത് എൻഡോസ്കോപ്പിയിലോട്ട് മാറുമ്പോഴും ഈ മകളുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ നിലനിൽക്കുകയാണ്. പക്ഷെ ഒരു വ്യക്തി ഈ മകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പരിശുദ്ധ ദൈവമാതാവ് അവിടെ ഒരുക്കി നിർത്തുകയാണ്. കാരണം ഈ മകൾക്ക് ഓൾറെഡി പാനിക് അറ്റാക്ക് വന്നു. ഈ മകൾ പറയുന്നുണ്ട്, പാനിക് അറ്റാക്ക് വന്നത് വേറെ ഒന്നുകൊണ്ടല്ല, ഒരുപാട് സ്ട്രെസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അഡീഷണൽ സ്ട്രെസ്സ് വീണ്ടും വരുമ്പോൾ ചില വ്യക്തികൾക്കൊന്നും ഹൃദയത്തിന് അത്രയും കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ രൂപപ്പെടും. ഈ മകൾ പറഞ്ഞു, വീണ്ടും ഈ ജോലി മാറിയപ്പോഴും അതായത് ഈ ജോലി ചെയ്യുന്ന സ്ഥലം ഈ റെസ്പിറേറ്ററി വാർഡിൽ നിന്ന് എൻഡോസ്കോപ്പി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുമ്പോഴും ആ ഒരു സ്ട്രെസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ദൈവത്തിന് മനസ്സിലായി ഇവൾ ഉടമ്പടിയിൽ നിന്നും പിന്മാറുന്നില്ല. അപ്പോൾ ദൈവം ഒരു ദൂതനെ, ഒരു വ്യക്തിയെ അവിടെ ഈ മകൾക്ക് വേണ്ടി സജ്ജമാക്കുന്നുണ്ട്. പക്ഷേ ഈ മകൾ ചെയ്യുന്ന മറ്റൊരു നടപടി കൂടിയുണ്ട്. ആ മകളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വാസം ഏറ്റു പറയുന്നുണ്ട്, അതായത് എന്നെ സഹായിക്കാൻ ദൈവം അയച്ച ദൂതനാണ് നിങ്ങളെന്ന്. അതായത് ആ ഒരു വിഷയം അവരുടെ ക്രെഡിറ്റിലോട്ട് ഈ മകൾ മാറ്റുന്നില്ല, ദൈവത്തിന് തന്നെയാണ് മഹത്വം കൊടുക്കുന്നത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ജീവിതത്തിലൊക്കെ താങ്ങാനാവാത്ത സങ്കടങ്ങൾ വരുമ്പോൾ അതിനെല്ലാം ഉത്തരം, അതിൻ്റെ എല്ലാം അറ്റത്ത് ഒരു ഉയർപ്പിൻ്റെ അനുഭവമുണ്ട്, മഹത്വത്തിലേക്കുള്ളൊരു കരയേറ്റമുണ്ടെന്ന് പരിശുദ്ധാത്മാവെ ആ സമയത്ത് തക്ക സമയത്ത് ഞങ്ങൾക്ക് ആന്തരിക ബോധ്യം നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നദി കയറുവോളം, പഴയ നിയമത്തിലെ ജോഷുവ പുസ്തകത്തിൽ പുരോഹിതന്മാർ വാഗ്ദാന പേടകത്തെ വഹിച്ചുകൊണ്ട് നദിയിൽ നിലയുറപ്പിച്ചതുപോലെ മരിയൻ ഉടമ്പടി വിശ്വസ്തതാപൂർവ്വം പാലിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നിന്നെ ഭവനങ്ങളിലേക്ക് സ്വീകരിച്ച് ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹന സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഉടമ്പടി എടുത്ത എല്ലാ മക്കൾക്ക് വേണ്ടിയും മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും ഉയർപ്പിൻ്റെ വലിയ അനുഭവം ഈ ദിവസങ്ങളിൽ തന്നെ ഈശോയെ അനുഭവവേദ്യമാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം
സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.